ഇന്ന് പല കുടുംബങ്ങളിലും നിസ്കാരവും നോമ്പും ഉണ്ട്, ദീനില്ല. പല കുടുംബത്തിലും ദീനില്ല. നേരം വെളുക്കുമ്പം എഴുന്നേൽക്കുന്നത് 6:30 മണിക്കും 7 മണിക്കും 7:30 മണിക്കും, കിടന്നുറങ്ങുന്നത് 11 മണിക്കും 11:30 മണിക്കും 12 മണിക്കും. കണ്ടു തീരാത്ത വൃത്തികേടുകളുടെ മൊബൈലുകൾ, കണ്ടു തീരാത്ത വൃത്തികേടിന്റെ സിനിമകൾ, കേട്ടു തീരാത്ത നുണകളുടെ മാലപ്പടക്കങ്ങളുടെ കഥകൾ കേട്ടും രസിച്ചും അർദ്ധമയക്കത്തിന്റെ പകുതി കണ്ണുമായി കിടന്നുറങ്ങുന്നവർക്ക് പടച്ച റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല. മകൻ എന്ത് കാണുന്നു, മകൻ എവിടേക്ക് പോകുന്നു എന്ന് ചില രക്ഷിതാക്കൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. മുഖത്തോട് മുഖം നോക്കാതെയും പറഞ്ഞ സലാം മടക്കാതെയും ബന്ധങ്ങൾ വിച്ഛേദിച്ച് അകന്നു കഴിയുന്ന 100 കണക്കിന് മുസ്ലിമീങ്ങളെ, നമസ്കാരക്കാരെ, നോമ്പുകാരെ, പള്ളി കമ്മിറ്റിക്കാരെ, അള്ളാന്റെ ദീനിനെ നെഞ്ചോട് ചേർത്ത് ജീവിക്കുന്ന 10,000-ങ്ങളെ കുടുംബത്തിന്റെ വിഷയത്തിൽ ന്യായം ചെയ്യാതെ അനീതിക്കും അക്രമത്തിനും കൂട്ടുനിന്ന് പകക്കും വെറുപ്പും ഈഗോയും മനസ്സിൽ കൊണ്ടു നടന്ന് ആ വാശിയിൽ ജീവിക്കുന്ന നിരവധി ആളുകളെ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, കുടുംബം മധുരമാകണോ, ദീൻ ഉണ്ടാവണം. അത് ദീനും മക്കൾ ആരിൽ നിന്ന് പഠിക്കണം? മാതാപിതാക്കളിൽ നിന്ന് പഠിക്കണം. 3 വയസ്സ് തികഞ്ഞ കുഞ്ഞിന് അൽഫിത്രെ കൊണ്ടുവച്ച് ചേർത്തലല്ല പുണ്യം. 3 വയസ്സിലേക്ക് എത്തിയ മകന് വേണ്ടിയിട്ട് മാതൃക കാണിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ എന്ന ആദ്യത്തെ വിദ്യാലയം നന്നാവല പുണ്യം. 3 വയസ്സ് തികഞ്ഞ കുഞ്ഞിന് വേണ്ടിയിട്ട് LKG ബിൽഡിങ്ങിന്റെ വലുപ്പവും ഡൊണേഷന്റെ പവറും ഓനോതുന്ന 14 സൂറത്ത് കാണാപ്പാടം പഠിച്ചതിന്റെ കുളൂസും കുടുംബക്കാരോട് പറയുന്നതിന്റെ മുൻപേ എന്റെ മക്കൾക്ക് എന്റെ ജീവിതത്തിൽ നിന്ന് കിട്ടിയത് എന്താന്ന് ചിന്തിക്കണം. ആ ദീൻ ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യത അള്ളാഹു രക്ഷിതാക്കളെ ഏൽപ്പിച്ച് നൽകിയിട്ടുണ്ട്. അത് നാട്ടിലെ ഉസ്താദുമാർക്കും മൗലവിമാർക്കും മാത്രമുള്ളതല്ല. അത് അവനവന്റെ വീട്ടിലെ മക്കൾക്ക് രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊടുക്കണം. കുടുംബത്തിൽ ദീൻ ഉണ്ടെങ്കിലുള്ള ഗുണം എന്താണെന്നറിയോ? എല്ലാ കാര്യങ്ങളും ഭംഗിയിൽ മുന്നോട്ട് പോകുന്നത് കാണാൻ സാധിക്കും. അതും എങ്ങനത്തെ ദീന്? ആളുകൾ ഇന്ന് കാണിക്കുന്ന പ്രകടന പരതയുടെ ദീനല്ല. ഞാനിത് പറയുമ്പോ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നണ്ട. ചില ഭാര്യമാരൊക്കെ ഫോൺ വിളിച്ചിട്ട് പറയും, പുയ്യാപ്ല നല്ല ദീന. ഞാൻ പറയും, എന്നിട്ട് എന്താ പ്രശ്നം? ദീനേ ഉള്ളൂ, സ്വഭാവമല്ല. മുക്കത്താ ദേഷ്യം. ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തേന് ചാടിക്കടിക്കാൻ വരും. ആള് നല്ല ദീന. ചില ഭാര്യമാര് ഭർത്താക്കന്മാരെ പറ്റിയിട്ടും ഭർത്താക്കന്മാര് ഭാര്യമാരെ പറ്റിയിട്ടും പറയാറുണ്ട്, കുടുംബത്തിൽ ദീന് എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടി ജീവിക്കണം എന്നല്ല. അള്ളാഹുവിന്റെ തിരുദൂതൻ ദീനുള്ള പ്രവാചകൻ ഓട്ടമത്സരം നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് തമാശ പറഞ്ഞിട്ടുണ്ട്, ഭാര്യമാരോടൊപ്പം കൊഞ്ചിയിട്ടുണ്ട്, മക്കളോടൊപ്പം ആന കളിച്ചിട്ടുണ്ട്, പേരക്കുട്ടികളോടൊപ്പം ആന കളിച്ചിട്ടുണ്ട്, ഫാത്തിമ ബീവിനെ കെട്ടിപ്പിടിച്ച് ചേർത്ത് നിർത്തി ചുംബിച്ചിട്ടുണ്ട്, സൈനബ റളിയല്ലാഹു തആല അൻഹാനെ ഇടക്കിടക്ക് സന്ദർശിച്ചിട്ടുണ്ട്. ദീനിന്റെ പേര് പറഞ്ഞിട്ട് കുടുംബം നോക്കാതെ ജീവിക്കലല്ല ദീന്. ദീൻ എന്നാൽ കൊടുക്കേണ്ടത് കൊടുക്കണം. അത് ഭാര്യ, മക്കൾ, രക്ഷിതാക്കൾ, കുടുംബം, അയൽവാസി എല്ലാവർക്കും കൊടുക്കണം. അല്ലാതെ ദീൻ എന്നാൽ നമ്മൾ 5 വക്തിനും സമയം തെറ്റാണ്ട് പള്ളിക്കോവുക, വേറൊരാളെ കാര്യത്തിൽ ഇടപെടാണ്ടിരിക്കുക, സുന്നത്തസ്കാരം അങ്ങോട്ട് കൂട്ടി നിസ്കരിക്കുക, കുടുംബത്തിൽ ദീൻ അങ്ങനെ ആക്കാത്തതിനും ഇങ്ങനെ ആക്കാത്തതിനും മക്കളെയൊക്കെ വെറുപ്പിക്കുക, അതല്ല ദീന്. ദീനെന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയത്തിലുണ്ടാവും, അവന്റെ സ്വഭാവത്തിലുണ്ടാവും, അവന്റെ പെരുമാറ്റത്തിലുണ്ടാവും. അത് ദീൻ പഠിക്കണമെന്നൊന്നുമില്ല. കുത്തിയൊലിച്ച പ്രളയം കേരളക്കരയിൽ വന്നപ്പോ തെക്കൻ കേരളത്തിൽ ഒരു നാടൊന്നാകെ ആ പ്രളയം കൊണ്ടുപോയി. അന്ന് അവിടെയുള്ള ഒരു തഹസിൽദാരായ അബ്ദുറഹീം സാഹിബ്, അദ്ദേഹത്തിന് ആ പ്രളയത്തിന്റെ ദീൻ സർക്കാരിൽ നിന്നും കിട്ടിയ 80 പൊതിച്ചോറുമായിട്ട് ആ തഹസിൽദാർ ആദിവാസി കോളനി കയറി ചെന്നു. 75 ചോറും അദ്ദേഹം വിതരണം ചെയ്തു. ബാക്കി 5 എണ്ണം ബാക്കി. പലരും അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കഴിച്ചോ, ഒന്നെടുത്ത് നിങ്ങൾ തിന്നോളി, നല്ല ബിരിയാണല്ലേ കിട്ടിയത്. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, അതെനിക്ക് അർഹതപ്പെട്ടതല്ല, അതെനിക്ക് ഹറാമാ, ഞാനത് കഴിക്കാൻ പാടില്ല. നിന്റെ വീട്ടിൽ വെള്ളം കയറിയിട്ടില്ല, നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പ്രയാസം വന്നിട്ടില്ല. പടച്ചോൻ എനിക്ക് ശമ്പളം തന്നതിൽ നിന്നും ഞാൻ ചോറ് കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ അത് കഴിച്ചോളാം. അദ്ദേഹത്തിന്റെ ചെറിയൊരു ടിഫിൻ ബോക്സിൽ ഒരു ഇപ്പേരിയും ഒരു ചമ്മന്തിയും ഒരു ചോറും കൂട്ടിക്കുഴച്ച് തിന്നുന്നത് കണ്ടപ്പം കണ്ടു നിൽക്കുന്ന അമുസ്ലിമീങ്ങൾ പോലും ഇസ്ലാമിനെ ആകർഷിച്ചു പോയി. ഇന്ന് അതേ സ്ഥാനത്ത് കഴിക്കുന്ന നമ്മളെ ഭക്ഷണത്തിന്റെ ഹക്കും ബാത്തിലും നമ്മൾ നോക്കിയിട്ടില്ല. മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നതിന്റെ ഹക്കും ബാത്തിലും നോക്കിയിട്ടില്ല. സമ്പാദിക്കണം, വെപ്രാളപ്പെടണം എന്ന് തീരുമാനിക്കുന്നവനും നെറ്റിത്തടത്തിൽ നിസ്കാരത്താഴ്പുണ്ടെങ്കിൽ ദീൻ എന്നാൽ കുടുംബത്തിലെ ദീൻ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കലും നോമ്പുൽക്കലും അല്ല, അത് മനസ്സിലുണ്ടാവല. എല്ലാ രംഗത്തും വാപ്പയാണോ മക്കളോടുണ്ടാവണം, ഉമ്മയാണോ കെട്ടിക്കൊണ്ടുവരുന്ന മരുവളോടുണ്ടാവണം, മരുക്കളാണോ കയറി ചെല്ലുന്ന വീട്ടിലുണ്ടാവണം.
അറബിക് കോളേജ് പഠിച്ചാൽ മാത്രം പോരാ, അത് സ്വഭാവത്തിൽ ഉണ്ടാവണം. അതുകൊണ്ടാ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ കാലഘട്ടത്തിൽ അവര് ദീനിനായിരുന്നു ഏറ്റവും പ്രാധാന്യം കൊടുത്ത്. കാരണം ദീന് കുടുംബത്തിലുണ്ടെങ്കിൽ അങ്ങേയറ്റം സമാധാനവും സന്തോഷവും കിട്ടും, ഏറ്റവും സംതൃപ്തിയോടെ ജീവിക്കാനും പറ്റും. ചിലപ്പോഴൊക്കെ കുടുംബത്തിന്റെ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ച ഉണ്ടാവുമ്പോ കോഴിക്കോട് ഖുതുബ പറയുന്ന പള്ളിയിൽ ഒരു മധ്യസ്ഥൊക്കെ വെക്കാറുണ്ട്. ആ മധ്യസ്ഥൊക്കെ വെക്കുന്നതിന്റെ സമയത്ത് രണ്ടു കൂട്ടരും ഒരു കൂട്ടരെ പുറത്തു നിർത്തി പെണ്ണിന്റെ കൂട്ടരോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ വാപ്പാരോട് നമ്മൾ ചോദിക്കലുണ്ട്, ചിലപ്പോ ഇവിടെയുള്ള ആളുകളും ചോദിക്കലുണ്ടാകും മധ്യസ്ഥത്തിന്റെ സമയത്തൊക്കെ, പിയാപ്പിളക്ക് എങ്ങനെ ദീനുണ്ടോ, ദീനുള്ള കൂട്ടരാണോ പിയാപ്പിളന്റെ ആൾക്കാര്? ചില വാപ്പാര് ഒരു പുച്ചച്ചിരി ചിരിച്ചിട്ട് പറയും, എന്ത് ദീന്, ഓൽക്കെന്ത് ദീന്? ഇതൊക്കെ കല്യാണത്തിന്റെ മുൻപ് ആലോചിച്ചൂടായിരുന്നോ? അന്ന് തറവാടാ മുഖ്യം, അത് വേണ്ടാന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന്റെ മേലെ ദീനുണ്ടെങ്കിൽ തറവാടിന്റെ പോരിശ അത് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കാണിക്കൂല. പണം അത് വേണ്ടാന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ദീനുള്ളവന് പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബന്ധങ്ങൾക്ക് വില ഉണ്ടാകും. അതുകൊണ്ടാ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മകള് പ്രിയപ്പെട്ട ഫാത്തിമ ബീവി, നമ്മളൊക്കെ പറയുന്ന കരളിന്റെ കഷണം ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാക്ക് കല്യാണപ്രായമായി. ആലോചനകൾ പലതും റസൂലുള്ളാന്റെ അരികിലെത്തി. പല ആളുകളുമായിട്ടുള്ള കല്യാണാലോചനകൾ മുറുകാനും തുടങ്ങി. ഫാത്തിമ ബീവിയുടെ സൗന്ദര്യവും ആ കുലീനതയും കണ്ട് ചോദിക്കുന്ന മഹർ കൊടുക്കാൻ അന്യദേശത്തുള്ള പണക്കാരായ പലരും മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ വീട്ടിൽ വരാൻ തുടങ്ങി. ആ വിവരമറിഞ്ഞ അലി റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിലിരുന്ന് കണ്ണു നിറയാൻ തുടങ്ങി. കണ്ണു നിറഞ്ഞിരിക്കുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ ചെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലി എന്തേ സങ്കടം? അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, അബൂബക്കർ, ഫാത്തിമ ബീവിക്ക് ആലോചനകൾ വരുന്നുണ്ട്, അതിനെന്താ അലി താങ്കൾക്ക്? പ്രവാചകന്റെ ആ പ്രിയപ്പെട്ട സ്വഹാബി തിരിച്ചു പറഞ്ഞു, അബൂബക്കർ, ഫാത്തിമയെ എനിക്ക് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഉടനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, അലി എന്തുകൊണ്ടാ താങ്കൾ ഫാത്തിമയെ മോഹിക്കുന്നത്? ഫാത്തിമ ബീവിന്റെ സൗന്ദര്യാണോ, അല്ലെങ്കിൽ ഫാത്തിമ ബീവിന്റെ വാപ്പ നബിയാണ് എന്നത് പ്രവാചകനെ തൊട്ടുള്ള പോരിശയാണോ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, അല്ല അബൂബക്കർ, ഫാത്തിമ ബീവിയെ പോലെ പടച്ചോനെ പേടിയുള്ള ഒരു പെണ്ണിന്റെ കൂടെണ്ടെങ്കിൽ ഞാൻ പടച്ച റബ്ബിന്റെ സ്വർഗം ഏറ്റവും വേഗം നേടിയെടുക്കും. അബൂബക്കർ, ഫാത്തിമ ബീവിയെ പോലെയുള്ള ഒരു ദീനുള്ള പെണ്ണിന്റെ കൂടെണ്ടെങ്കിൽ എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഒരിക്കലും വൈകി കയറേണ്ടി വരൂല, ഞാൻ വേഗം സ്വർഗത്തിലെത്തും. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പുഞ്ചിരിയോടെ പറഞ്ഞു, അലി, അതാണ് താങ്കളുടെ ഉദ്ദേശമെങ്കിൽ താങ്കൾ റസൂലുള്ളാഹിനോട് നേരിട്ട് ചോദിച്ചോ. പക്ഷെ അലി ഇബ്നു അബീ ത്വാലിബിന് ചോദിക്കാൻ ഒരു മടി. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാ അലി റളിയല്ലാഹു അൻഹുവിനെ സംരക്ഷിക്കുന്നത്. അബൂ ത്വാലിബ് മരണപ്പെട്ടതിന് ശേഷം അബൂ ത്വാലിബിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹുവിനെ പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാ സംരക്ഷിച്ച് പരിപാലിച്ച്. അതുകൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബിന് ഒരു സങ്കടം, ഞാൻ ചോദിച്ച റസൂലുള്ളാഹിക്ക് അത് ഇഷ്ടാവുമോ എന്ന്. പക്ഷേ പിന്നീട് ചരിത്രം പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ റസൂലിനും അലി റളിയല്ലാഹു അൻഹുവിനെ വലിയ ഇഷ്ടായിരുന്നു. ഫാത്തിമ ബീവിയെ അലിക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് റസൂലുള്ളാഹിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അലിയോട് ആ ആവശ്യം പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു തെറ്റിദ്ധരിക്കുവോ? പ്രവാചകൻ നോക്കിയതിന്റെ കൂലി ചോദിക്കുക, ഇത്രയും കാലം തിന്നാൻ കൊടുത്തതിന്റെ കണക്ക് റസൂല് മോളെ കെട്ടിക്കാൻ വേണ്ടി ചോദിക്കുകയാണ് എന്ന് അലി റളിയല്ലാഹു അൻഹു തെറ്റിദ്ധരിക്കുന്ന ബേജാറുകൊണ്ട് റസൂലും ചോദിക്കുന്നില്ല. അവസാനം പിറ്റേന്ന് സുബഹി നിസ്കരിച്ചിറങ്ങി നടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിലേക്ക് അലി റളിയല്ലാഹു അൻഹു കയറി നിന്നു. റസൂല് ചോദിച്ചു, എന്തേ അലി? ഒന്നുമില്ല നബിയെ. എന്തോ ഉണ്ട് അലി, പറ, താങ്കൾക്ക് എന്താ വേണ്ടത്? അലി റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, നബിയെ, ചോദ്യം അവിവേകമാണെങ്കിൽ താങ്കൾ എന്നോട് പൊറുക്കണം, അല്ല എനിക്കതിന് അർഹതയുണ്ടെങ്കിൽ അത് താങ്കൾ അംഗീകരിച്ചു നൽകണം. എന്താ അലി കാരണം? ഫാത്തിമയെ ഞാൻ കെട്ടിക്കോളാം റസൂലേ. അള്ളാഹുവിന്റെ പ്രവാചകൻ കുറച്ചു നേരത്തേക്ക് അങ്ങ് മിണ്ടാതായി പോയിന്ന ആ സമയത്തെ പറ്റി പിന്നീട് അള്ളാന്റെ റസൂലുള്ള പറയുന്നുണ്ട്, നിന്റെ മനസ്സ് കണ്ടിട്ടാണോ റബ്ബ് അത് തീരുമാനെടുത്തത് എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ആ സന്തോഷത്തിൽ പ്രവാചകൻ നിശബ്ദനായി പോയപ്പോ കേട്ടു നിൽക്കുന്ന സഹാബാക്കളും പറഞ്ഞ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കരുതി അള്ളാന്റെ റസൂൽ അത് ഇഷ്ടായിട്ടില്ല എന്ന്. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയപ്പോ പിന്നിലൂടെ വന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു, അലി, നിന്റെ ഫാത്തിമാക്ക് പടച്ചോൻ തന്നതാങ്ങളെ, നിങ്ങളെപ്പോലെയുള്ള ഒരു വരനെ എന്റെ മകൾക്ക് വേണ്ടി കിട്ടിയത് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അലി, ആ അലി റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ റസൂൽ കല്യാണം കഴിച്ചെടുക്കുക. അന്ന് അലി റളിയല്ലാഹു അൻഹുവിന് ഒരു വീടില്ല, ഭക്ഷണം കഴിക്കാൻ ഒരു പാത്രമില്ല, അലി റളിയല്ലാഹു അൻഹുവിന് വരുമാനപ്പെട്ട എന്തെങ്കിലും സൗകര്യങ്ങളില്ല. പക്ഷേ പ്രവാചകന്റെ ജീവിതത്തിൽ
അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഫാത്തിമ ബീവിയെ കിട്ടിയതിന് ശേഷം എത്ര മനോഹരായിട്ട് അവര് ജീവിച്ചതെന്നറിയോ, എത്ര സന്തോഷത്തിൽ അവര് ജീവിച്ചതെന്നറിയോ. ഇന്നും ചില മാപ്പിള കവികൾക്ക് പാടി മതി വന്നിട്ടില്ല അവരെ ജീവിതം. ഇന്നും ഏത് മാപ്പിളപ്പാട്ടിന്റെ തുടക്കത്തിലും നമ്മൾ കേൾക്കാറില്ലേ, കൽബാണ് ഫാത്തിമ, അഴകാണ് ഫാത്തിമ, കുളിരാണ് ഫാത്തിമ, നെഞ്ചിനുള്ളിൽ ഫാത്തിമ. എന്തുകൊണ്ടാ? അത്രക്ക് മനോഹര അവരെ ജീവിതം, അത്രക്ക് മധുരത്തിൽ അവരെ ജീവിതം. വായിക്കുന്ന ഓരോ ചരിത്രത്തിലും, വായിക്കുന്ന ഓരോ വരികളിലും കണ്ണുനീരോടെ അല്ലാതെ നമുക്കത് വായിക്കാനും പറ്റൂല. 9 മാസം ഗർഭിണിയായ ഫാത്തിമ ബീവി ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനോട് ഒരു ആഗ്രഹം പറയുന്നുണ്ട്, അലി എനിക്ക് മധുരമുള്ള കാരക്ക തിന്നാൻ പൂതിയുണ്ട് അലി. ദിവസങ്ങളോളം പട്ടിണി കിടക്കുന്ന ഫാത്തിമ ബീവിന്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു മദീനയിലെ തെരുവിലേക്ക് ഇറങ്ങി. പല സ്ഥാപനത്തിലും ചെന്ന് കടം ചോദിച്ചു കൊടുക്കുന്നില്ല. അവസാനം കയ്യിലുള്ള പടയങ്കി ഒരു ജൂതന്റെ സ്ഥാപനത്തിൽ പണയം വെച്ച് കിട്ടിയ പണം കൊണ്ട് മധുരമുള്ള പാകപ്പെട്ട തേനൊലിക്കുന്ന ഈത്തപ്പഴവുമായി അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഓടുക, ഫാത്തിമ ബീവിക്ക് കൊടുക്കാൻ. ആ കൈ നിറയെ കാരക്ക കണ്ട പ്രവാചകന്റെ സഹാബാക്കളിൽ ചിലർ, പട്ടിണി കിടക്കുന്ന സഹാബാക്കൾ, മദീനത്തെ പള്ളിയുടെ മുൻഭാഗത്ത് നിന്ന് ചോദിച്ചു, അലി ഒരു കാരക്ക ഞങ്ങൾക്ക് താ അലി, ഞങ്ങൾ 3 ദിവസമായി പട്ടിണിയാ അലി. അലി റളിയല്ലാഹു അൻഹു 2 കൈയും സഹാബാക്കളെ നേരെ നീട്ടി. കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ആ കയ്യിലുള്ള മുഴുവൻ കാരക്കയും സഹാബാക്കൾ കഴിച്ചു. വെറും കയ്യോടെ വീട്ടിലേക്ക് തിരിച്ചു വന്ന അലി റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിമ ബീവി ഒന്ന് നോക്കി ഇങ്ങനെ ചിരിച്ചു. പിന്നെ ഒരക്ഷരം ശബ്ദിക്കാതെ വീട്ടിലുള്ള കുറച്ച് ഗോതമ്പെടുത്ത് അത് പരത്തി ചുട്ട്, മാവ് ചുട്ട് ആ റൊട്ടിയെടുത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ മുൻപിൽ കൊണ്ടുവച്ചിട്ട് ഫാത്തിമ ബീവി പറഞ്ഞു, കഴിച്ചോളൂ അലി. അലി റളിയല്ലാഹു അൻഹു ആ റൊട്ടി ഇങ്ങനെ മുറിക്കുമ്പോഴേക്കും അറിയാണ്ട് അങ്ങ് കരഞ്ഞു പോകും. ഫാത്തിമ ബീവി അടുത്തിരുന്ന് ചോദിക്കും, എന്തിനാ അലി കരയെന്ന്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചോദിക്കും, ഫാത്തിമ നീ എന്താ എന്നോട് ആ റൊട്ടീനെ പറ്റി കാരക്കനെ പറ്റി ചോദിക്കാത്ത? അതിന് ഫാത്തിമ ബീവി തിരിച്ചു പറയുന്ന ഒരു മറുപടി ഉണ്ട്, അലി എനിക്കുറപ്പാ ഒന്നുകിൽ നിങ്ങൾക്ക് കാരക്ക കിട്ടിയിട്ടുണ്ടാവില്ല, ഇനി അഥവാ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്നേക്കാൾ അർഹതപ്പെട്ട ആർക്കോ നിങ്ങൾ അത് കൊടുത്തിട്ടുണ്ടാകും, അല്ലാതെ നിങ്ങൾ എന്നെ മറക്കൂലെന്ന് എനിക്കറിയാലി. അത് കേട്ട അലി റളിയല്ലാഹു അൻഹു ഒന്നല്ലാതെ അങ്ങ് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് ആ റൊട്ടി വായിലേക്ക് വെച്ച് ആ സംഭവങ്ങൾ മുഴുവനും വിശദീകരിച്ചു കൊടുക്കുമ്പോൾ അലിയുടെ വായിലുള്ള റൊട്ടിയിലോടൊപ്പം അലിയുടെ ചുണ്ടത്തുമ്മ വെച്ചിട്ട് ഫാത്തിമ ബീവി പറഞ്ഞു, അലി ആ കാരക്ക തിന്നതിനേക്കാളും എനിക്ക് സന്തോഷമായ അലി, അതിനേക്കാളും മധുരം തോന്നുന്നുണ്ട് അലി താങ്കൾ ചെയ്ത നന്മയോർത്തിട്ട്. എന്ത് രസായിരുന്നു മനുഷ്യരെ ജീവിതം. 5 നയാ പൈസ കയ്യിലില്ല, ഒരു കയറി കിടക്കാൻ AC പോട്ടെ, ഒരു ഈത്തപ്പനന്റെ കുടില് എഴുന്നേറ്റ് നിന്ന മുകളിൽ തട്ടുന്ന തലയാ. ഒരു രാവിലെ നേരം വെളുത്ത് സുബഹിയൊക്കെ അടുത്ത സമയത്ത് അലി റളിയല്ലാഹു അൻഹു കച്ചവടം കഴിഞ്ഞ് ക്ഷീണിച്ച് തിരിച്ചു വരുന്നത്. ദൂരത്ത് നിന്നും ഫാത്തിമ ബീവി പല്ല് തേക്കുന്നത് കണ്ട അലി റളിയല്ലാഹു അൻഹു ഒരല്പം ശബ്ദമുയർത്തിയിട്ട് ചോദിച്ചു, ഉറക്കെ ചോദിക്കുക. അലി റളിയല്ലാഹു അൻഹു അങ്ങേറ്റം ക്ഷീണത്തിലാ, യാത്ര ചെയ്ത് ക്ഷീണിച്ച് മുടിയൊക്കെ പാറിപ്പറന്നിട്ടാ വരുന്നത്. പക്ഷേ ഫാത്തിമ ബീവി ഇങ്ങനെ പല്ലേക്കുന്നത് കണ്ടപ്പം അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഉറക്കെ വിളിച്ചു ചോദിക്കുക, ഫാത്തിമ ഞാൻ വരുന്നതിന്റെ മുൻപേ നിന്റെ ചുണ്ട് കീഴടക്കിയ ആ കൊള്ളിക്കഷണത്തെ ഞാൻ കൊന്നുകളയും ഫാത്തിമ, ആ അധരങ്ങൾ അതെന്റേതാണ് ഫാത്തിമ. ഒരു തമാശയാ. നേരം വെളുത്ത സമയമാകുമ്പോഴേക്കും എന്റെ ചുണ്ടുമ്മൽ ആ ബ്രഷ് കേറില്ലേ ഫാത്തിമ? ഇത് കേട്ട ഫാത്തിമ ബീവി തിരിച്ചു പുഞ്ചിരിയോടെ പറഞ്ഞു, അലി ആ അധരങ്ങൾ താങ്കളെ കാത്തിരിക്കുകയാ. എന്തു മനോഹര മനുഷ്യരെ അവരെ ജീവിതം, എന്ത് രസാണ് ആ മധുരമുള്ള കുടുംബം. ഈഗോ ഇല്ലാത്ത, ശത്രുതയില്ലാത്ത, വീർപ്പുമുട്ടലുകളില്ലാത്ത, പണത്തിന് വേണ്ടി ആർത്തി പിടിക്കാത്ത, പരലോകത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു കുടുംബം. കുടുംബത്തിൽ ദീനുണ്ടെങ്കിലുണ്ടല്ലോ സന്തോഷം അല്ലാഹു തആല നമുക്ക് എത്തിച്ചേരും. ആ ദീനിന്റെ കുറവെന്താന്ന് നമ്മൾ ചിന്തിക്കണം. ഇന്ന് ചില മാതാപിതാക്കൾ സങ്കടപ്പെടാറില്ലേ, മക്കള് സംരക്ഷിക്കുമെന്ന് ഉറപ്പില്ല, ഇരിക്കുങ്ങളൊന്നും എന്നെ നോക്കൂല. ചില വാപ്പാർ ഇപ്പോഴേ സങ്കടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്, 4-5 മക്കളുണ്ട്, ഒരൊറ്റയൊന്നും എന്നെ നോക്കുന്നില്ല, എനിക്ക് തിന്നാൻ തരുന്നില്ല. ചില അമ്മമാരിപ്പോഴും ബേജാറില്ല. കുടുംബത്തിൽ ദീനുണ്ടോ ഒരു മാതാപിതാക്കളും അവഗണിക്കപ്പെടൂല, ഒരു മാതാപിതാക്കളും സങ്കടപ്പെടൂല. കാരണം ഇതേ ചരിത്രത്തിന്റെ അവസാനം മറ്റൊരു ചരിത്രമുണ്ട്. ഒരു ദിവസം പൂർണ്ണമായി കിട്ടിയ നല്ലൊരു റൊട്ടിയുമായി അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുന്നുണ്ട്. ആ റൊട്ടി കണ്ട ഫാത്തിമ ബീവി സന്തോഷം കൊണ്ട് ഇങ്ങനെ പുഞ്ചിരിക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ആ റൊട്ടി 4 ആയി മുറിക്കും. ഒരു കഷണം മകൻ ഹസന് കൊടുക്കും, ഒന്ന് ഹുസൈനും കൊടുക്കും. ഒരു കഷണം ഫാത്തിമ ബീവിക്കും കൊടുക്കും, ഒരു കഷണം അലിയും തിന്നാൻ തുടങ്ങും. 3 പേരും തിന്നു തുടങ്ങുമ്പോൾ ഫാത്തിമ ബീവി റൊട്ടി പിടിച്ചിങ്ങനെ സങ്കടപ്പെടും. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകളോട് അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, ഫാത്തിമ നീ എന്തിനാ കരയുന്നത്?
എനക്ക് ആ റൊട്ടി മതിയായിട്ടില്ലേ ഫാത്തിമ? ഫാത്തിമ ബീബി പറഞ്ഞു, അതുകൊണ്ടല്ല അലി, ഈ റൊട്ടി കണ്ടപ്പം എനിക്ക് എന്റെ വാപ്പനെ ഓർമ്മ വന്ന്. പട്ടിണി കിടക്കുന്ന വാപ്പാൻ എന്റെ കണ്ണ് കാണുന്നുണ്ട് അലി ഞാൻ. അതുകൊണ്ട് ഈ റൊട്ടി ഞാൻ എന്റെ വാപ്പാക്ക് കൊടുക്കുക. ആ റൊട്ടിയുമായി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വേഗം ചെല്ലുന്നത് റസൂലുള്ളാഹിന്റെ അരികിലേക്കാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരു ഈത്തപ്പന ഓലയിൽ കൈ ഇങ്ങനെ തലയണയാക്കി വെച്ചിങ്ങനെ കിടന്നുറങ്ങുക. വാപ്പാന്റെ കാലിന്റെ തൊടഭാഗത്ത് പതുക്കെ 2 തട്ട് തട്ടിയിട്ട് ഫാത്തിമ ബീബി പറഞ്ഞു, ഒരു റൊട്ടി കിട്ടിയിട്ടുണ്ട്, കണ്ടപ്പിനിക്ക് ഇങ്ങളെയാ ഉപ്പ ഓർമ്മ വന്ന്, ഇത് നിങ്ങൾക്കായിട്ട് തരാൻ വന്നതാ. അള്ളാഹുവിന്റെ റസൂലുള്ള എഴുന്നേറ്റിരുന്ന ആ റൊട്ടി ഇങ്ങനെ വാങ്ങി ആ റൊട്ടിയിലേക്ക് നോക്കിയിട്ട് പുഞ്ചിരിയോടെ പറയും, മോളെ ഫാത്തിമ, 3 ദിവസങ്ങൾക്ക് ശേഷം നിന്റെ വാപ്പന്റെ വയറ് കാണുന്ന ആദ്യത്തെ ഭക്ഷണാണിത്. 3 ദിവസമായി മോളെ ഞാനും ആയിഷയും പച്ചവെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. എന്നിട്ട് ആ റൊട്ടി കഷണങ്ങളാക്കി ഒന്ന് ഫാത്തിമ ബീവിക്കും ഒന്ന് ആയിഷ ബീവിക്കും കൊടുത്ത് ബാക്കി ഒരു റൊട്ടി കഴിക്കുമ്പോൾ റസൂലുള്ളാന്റെ കണ്ണ് നിറഞ്ഞു. ഫാത്തിമ ബീവി ചോദിക്കുന്നുണ്ട്, വാപ്പ എന്തിനാ നിങ്ങൾ കരയുന്നത്? അള്ളാന്റെ റസൂൽ ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, എന്റെ ഉമ്മത്തിനൊരു കാലം വരും, അന്ന് ഭക്ഷണം അവർക്ക് കൂടുതലായിരിക്കും. ആർത്തി പിടിച്ചവര് ഭക്ഷണം തിന്നും, ആർത്തി പിടിച്ചവര് ഭക്ഷണത്തിന്റെ പിന്നാലെയോടും. ഞാൻ ഭയപ്പെടുന്നുണ്ട് ആയിഷ, എന്റെ ഉമ്മത്തിന് ദാരിദ്ര്യമല്ല, അവർ പണക്കാരാവുന്ന ഒരു കാലത്തെ പറ്റിയാ ഞാൻ അവരെ തൊട്ട് ഭയപ്പെടുന്നത്. വല്ലാഹി സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹു സാക്ഷി, ഓരോ അനുഗ്രഹത്തെ പറ്റിയും ചോദ്യം ചെയ്യപ്പെടാതെ ഒരാളും അള്ളാന്റെ മുൻപിൽ നിന്നും വിട്ടുകിടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൽ ദീനുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് തരുന്നതാ സമാധാനം. ആ ദീൻ എല്ലാവരുടെ ജീവിതത്തിലും എല്ലാ രംഗത്തും ഉണ്ടാവണം. ഓരോ ബന്ധങ്ങളും അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹീതമായ പവിത്രതയാണ്. ഞാൻ ആലോചിക്കാറുണ്ട്, പടച്ചോൻ എനിക്കിന്റെ വാപ്പ എന്റെ ഉമ്മ ഇവര് മാത്രം പോലെ സന്തോഷത്തോടെ ജീവിക്കാൻ എനിക്കിന്റെ അനിയൻ വേണം, എനിക്കിന്റെ പെങ്ങള് വേണം, എനിക്കിന്റെ ഭാര്യ കുടുംബം വേണം. കാരണം ഇവരൊക്കെ എന്റെ സന്തോഷം തരുന്നതിന്റെ ഒരു കാരണക്കാരാ. എന്റെ അനിയൻ എന്തെങ്കിലും പറ്റി എന്ന് പറഞ്ഞാൽ എന്റെ നെഞ്ചു പടയും, എന്റെ പെങ്ങൾക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ നെഞ്ചു പടയും. അതിനേക്കാളേറെ എന്റെ ജീവിതത്തിൽ എനിക്ക് അള്ളാഹ് നിശ്ചയിച്ചു തന്ന ഓരോ ബന്ധങ്ങളും അള്ളാഹു എനിക്ക് തന്ന അമൂല്യ സമ്പത്തുകളാ. അത് നമുക്ക് ബോധ്യപ്പെടുകയാണെന്നറിയോ? ഓരോരുത്തരും ഇല്ലാണ്ടാകുമ്പോഴാ. ഈ ഇരിക്കുന്ന പ്രായമുള്ള വാപ്പാരോടൊന്ന് ചോദിച്ചു നോക്കി. ഒരു കാലത്ത് കാരണവന്മാരെ കണ്ടിട്ടും ആങ്ങളാരെ കണ്ടിട്ടും ഒക്കെ ധൈര്യപ്പെട്ടൊരു മനുഷ്യന്മാരുണ്ടായിരുന്നു. മൂത്താമൻ മരിച്ചു, രണ്ടാമത്തവൻ മരിച്ചു, ഇളയോളും മരിച്ചു. അതിന്റെ ഇടയിൽ ഇപ്പൊ ഞാനാ ഉള്ളതെന്ന് പറയുമ്പോഴേക്ക് ഈ കണ്ണു നിറയും. കാരണം ഞങ്ങളെയൊക്കെ ധൈര്യമാ കുടുംബങ്ങളാ. അതുകൊണ്ടാ കഴിഞ്ഞ കൊറോണ കാലത്ത് 18 കൊല്ലം ദുബായിൽ ജോലി ചെയ്ത് കുടുംബത്തിന്റെ കൂടെ അവിടെ താമസിച്ചോൻ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് വിമാനം കയറി. കൊറോണയുണ്ടെന്ന ഭയപ്പാടിന്റെ പേരിൽ അവന്റെ വീട്ടിൽ അവന് 3 മാസം ക്വാറന്റൈൻ നിശ്ചയിച്ചു. 3 മാസത്തിന്റെ ആദ്യത്തെ 3ാമത്തെ ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ അവന് മെന്റൽ ഡിപ്രഷൻ ആരംഭിച്ചു. ഓന്റെ മനസ്സ് ഭയപ്പെടാൻ തുടങ്ങി. വിദേശത്തോനെ ഒരു റൂമിന്റെ ഉള്ളിൽ ഭാര്യന്റെ പരം ജീവിച്ചപ്പോ ഓനൊന്നും അറിഞ്ഞിട്ടില്ല. നാട്ടിൽ വന്ന് കുടുംബത്തിനെ ഒന്നും കാണാതായപ്പോ ഓന്റെ നെഞ്ചിന്റെ ഉള്ളിൽ ഡിപ്രഷൻ വരാൻ തുടങ്ങി. അവൻ പറയുന്നൊരു വാക്കുണ്ട്, എനിക്ക് എന്റെ കുടുംബം എത്ര സമാധാനം നൽകുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞത് എന്റെ വാപ്പ സുബഹിക്ക് നിസ്കരിക്കാൻ പോകുമ്പോ കട്ടൻ ചായ ആയിട്ട് എന്റെ വീട്ടിൽ വരും. എന്റെ കൊലായിൽ ആ കട്ടൻ ചായ വെച്ചിട്ട് 2 കൈ മുട്ടും. എന്റെ മക്കളെ നോക്കിയിട്ട് ആ വാപ്പന്റെ സൈക്കിളിന്റെ പിന്നാലെ കയറി ഉമ്മയും വരും. എന്നിട്ട് ഉച്ചക്കൊക്കെ ഭക്ഷണം വെച്ച് പോകും എന്റെ മക്കളെ അമ്മ തായിരുന്നിട്ട് കൈകൊണ്ട് കളിപ്പിക്കും. അവസാനം 2 പേരും ഞങ്ങൾ തിന്ന ഭക്ഷണത്തിന്റെ ബാക്കിയെടുത്ത് തിരിച്ചു പോകുന്നത് കണ്ടപ്പോ അന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്, കുടുംബ മനുഷ്യരെ സ്വർഗം. ആ കുടുംബത്തെ നമ്മൾ കൈവിട്ട പിന്നെ എന്തുണ്ടായിട്ടും കാര്യമല്ല. ഉണ്ടെന്ന് അഭിമാനിച്ച് ജീവിക്കാന്നല്ലാതെ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല. പക്ഷെ ഇന്ന് എന്താ മനുഷ്യരിൽ പലരെയും സ്വഭാവം? മുഖത്തോട് മുഖം നോക്കാൻ മടിയാ, സലാം പറയാൻ മടിയാ, പറഞ്ഞ സലാം മടക്കാൻ മടിയാ, ക്ഷണിക്കാനും ക്ഷണം സ്വീകരിക്കാനും മടിയാ. എത്രയോ പേര് പിണങ്ങി നടക്കുക. ഈഗോ, വാശി, ദേഷ്യം, പക, മരിക്കുന്നവരെ കൊണ്ടുനടക്കുക. അവസാനം മരിച്ചാൽ ചിലര് നന്നാവാൻ വരും. നമ്മൾ നാട്ടിലൊക്കെ കാണലില്ലേ, അരീക്കോട് മസ്ജിദുൽ മുജാഹിദീനിൽ തമ്മിൽ പിണങ്ങി ജീവിക്കുന്ന 2 പേരുണ്ട്. അവസാനം ഒരുത്തം മരിച്ചു എന്ന് കേട്ടാ മറ്റോ പറയും, ശത്രു മരിച്ചല്ലോ, ഒന്ന് പോയി കണ്ടാളാ. ആ സമയത്തുണ്ട് ചില ആൾക്കാർ മയ്യത്ത് കാണാൻ വരുന്നത്. ആരെ കാണിക്കാൻ? മരിച്ചോന്റെ മുഖത്ത് നോക്കിയിട്ട് മരിച്ചോന്റെ മക്കളെ ആശ്വസിപ്പിച്ചാ പൊരുത്തം കിട്ടിയെന്നാ. അങ്ങനെയാണെ അള്ളാന്റെ പ്രവാചകൻ എന്തിനാ റബീഉൽ അവ്വൽ 12 മരിക്കുന്നതിന്റെ 2 ദിവസം മുൻപ് റബീഉൽ അവ്വൽ 10 മദീനത്തെ പള്ളിയിൽ വന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മരിച്ചതിന്റെ വസിയത്ത് ചോദിക്കാൻ ലക്ഷക്കണക്കിന് സഹാബാക്കളില്ലാഞ്ഞോ? ഇന്ന് അങ്ങനെയാ നമ്മളെ പവർ. മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നതാ ബർക്കത്തും അല്ലെങ്കിൽ പൊരുത്തവും എന്നുള്ള ധാരണ.
അതുകൊണ്ട് ആ മരിച്ച വാപ്പാന്റെ മയ്യത്ത് പള്ളിയുടെ ഒന്നാമത്തെ സഫ് കൊണ്ടെക്കുമ്പം ചില മക്കൾ കാണാം, വാപ്പാനോട് ആയ കാലത്ത് കുടുംബം നന്നാക്കാനും പിണക്ക് നന്നാക്കാനും പറയാത്ത മക്കൾ പോലും വാപ്പാന്റെ മയ്യത്തുസ്കാരത്തിന് മൈക്ക് കൈമ കിട്ടുമ്പോൾ കണ്ണ് നിറഞ്ഞ് ചുണ്ടു വിതുമ്പിയിട്ട് ഒരു ചോദ്യം, മരിച്ചന്റെ വാപ്പാന്റെ കബറ് വിശാലാവാൻ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും പറ്റിപ്പോയിട്ടുണ്ട്, പൊരുത്തപ്പെട്ടു കൊടുക്കണമെന്ന്. അങ്ങനെ ചോദിക്കാൻ ആരാ പഠിപ്പിച്ച്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ചരിത്രത്തിൽ ഞാനത് കണ്ടിട്ടില്ല. ഒരു മയ്യത്ത് കൊണ്ടുവെക്കുമ്പോൾ തിരുദൂതൻ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ, ഈ മയ്യത്തിൽ കടണ്ടോ? ഉണ്ട് നബിയെ എന്ന് പറഞ്ഞാൽ റസൂലുള്ള മാറിക്കളയും. ആരെങ്കിലും ഏറ്റെടുക്കുമെന്ന് പറഞ്ഞാൽ റസൂലുള്ള വന്ന് നമസ്കരിക്കും. അങ്ങനെ നമസ്കരിച്ചൊരു മയ്യത്തിൽ നിന്ന് പ്രവാചകൻ ആ കടം വീട്ടാത്തവന്റെ വീട് തെരഞ്ഞു പോയിട്ടുണ്ട്. ചോദിച്ചു, വീട്ടിയോ? ഇല്ല നബിയെ. വീണ്ടും ചോദിച്ചു, വീട്ടിയോ? ഇല്ല നബിയെ. മൂന്നാമത്തെ ദിവസം ആ സ്വഹാബി വീട്ടി എന്ന് പറഞ്ഞപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനത്തെ പള്ളിയിൽ വെച്ച് നെഞ്ചത്ത് കൈവച്ച് പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹ്, എങ്കിൽ ഇന്നു മുതൽ അവന്റെ ശരീരത്തിലെ മാംസത്തിന്റെ തളപ്പ് പടച്ചോൻ കബറിൽ കുറച്ചു കൊടുക്കും. സഹാബാക്കൾ ചോദിച്ചു, നബിയെ മനസ്സിലായില്ല. ആരെങ്കിലും കടം വാങ്ങുകയും വാങ്ങിയവനെ വഞ്ചിക്കുകയും എഴുതി വെക്കാതെ മരിക്കുകയും ചെയ്താൽ, കടം വീട്ടാൻ മനസ്സുകൊണ്ട് താല്പര്യം കാണിക്കാതെ തന്നവനെ ബുദ്ധിമുട്ടിച്ച് മരിച്ചാൽ, കബറിലേക്ക് വെക്കുന്ന അവന്റെ തൊലിയുടെ ഉള്ളിലുള്ള മാംസം വെന്തുകൊണ്ടിരിക്കും. ആ വേവലൊന്ന് അവസാനിക്കുന്നത് അവന്റെ കടം വീട്ടുന്ന കാലത്തോളം ഉണ്ടാവും. ആ കടം എഴുതി വെക്കാത്തവനാണെങ്കിലോ വീട്ടാത്ത കാലത്തോളം പടച്ചോനോനെ വിചാരണക്ക് വിളിക്കുകയില്ല. അതുകൊണ്ട് 5 ഉറുപ്പ്യാണോ എഴുതി വെക്കണം എന്ന് പറയുന്നത്? അതുകൊണ്ട് ആ വാപ്പാരെ മരിക്കുന്നതിന്റെ മുൻപ് നിങ്ങൾ മക്കളോട് പറയണം, വാപ്പ മരിച്ച വാപ്പാന്റെ വസിയത്ത് ഒന്ന് സ്വത്തുങ്ങൾ തുല്യമായിട്ട് വീതിക്കണം എന്നല്ല. വാപ്പാക്ക് കടമുണ്ടെങ്കിൽ ആ കടം വീട്ടിയിട്ട് ബാക്കി വീതിച്ചാൽ മതി. ഇസ്ലാമിന്റെ കൽപ്പനയാണത്. കാരണം കുറച്ച് കാലം കഴിഞ്ഞ വാപ്പാരെ നിങ്ങളെ കടമൊന്നും ആരും വിട്ടൂല. ഞാൻ ഭയപ്പെടുത്തല്ല. ഒരുപാട് ഈ രംഗത്ത് ഇടപെടുമ്പോണ്ടാകുന്ന ചില സങ്കടങ്ങൾ നേർക്ക് നേരെ നമ്മളും കാണാറുണ്ട്. ഈ അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്നു പറഞ്ഞു, ഓലെ വാപ്പനോട് 60 ഉറുപ്പ്യ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു, 60,000. മരിച്ചതിന്റെ പിറ്റേന്നോ അതിന്റെ പിറ്റേന്നോ മോനെ മൂത്തോനെ പോയി കണ്ടു. ഓൻ ഉടനെ തിരിച്ചു വെച്ചിട്ട്, വാപ്പക്ക് ഇപ്പൊ എന്തിനാ അതിന്റെ ആവശ്യം? വാപ്പ അങ്ങനെ ഒരു 60 വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. വാപ്പക്ക് ഞാൻ അയച്ചു കൊടുക്കലുണ്ടല്ലോ, രണ്ടാമത്തം കൊടുക്കലുണ്ടല്ലോ, പെങ്ങൾ എന്തേ വന്നാ കൊടുക്കലുണ്ടല്ലോ. ചിലപ്പം വാപ്പ ആർക്കോ നെയ്യത്തിച്ചു പോയിട്ടുണ്ടാകും പെൺകുട്ടീനെ കെട്ടിക്കാൻ. അത് വാപ്പാന്റെ ഒരു സമാധാനത്തിൽ നിന്ന് കിട്ടുമ്പം കൊടുക്കാന്നുള്ള പ്രതീക്ഷയിലായിരിക്കും, മക്കളെ അറിയിക്കാതെ. ഒരൊറ്റ മക്കളും കൊടുത്തില്ല. അപ്പൊ ഇവൻ കരുതി ഏതായാലും മരിച്ച കുറച്ചു ദിവസം കഴിഞ്ഞിട്ടല്ലുള്ളൂ, കുറച്ചുകൂടി ദിവസം കഴിഞ്ഞിട്ടും ചോദിക്കാം. ഏകദേശം ആ സ്വത്തൊക്കെ വീതിച്ചു കഴിഞ്ഞപ്പോ മൂത്തോന്റെ അടുത്ത് ചോദിച്ചു, അല്ല ഉപ്പാന്റെ ഒരു കട ഉണ്ടായിരുന്നു. ഉടനെ തന്നെ മൂത്തവൻ ദേഷ്യത്തോടെ പറഞ്ഞു, എനിക്ക് എന്താപ്പ കിട്ടിയത്? ആ ഇടക്ക് പോയാൽ ഒരു 12 സെന്റ് കിട്ടിയതൊക്കെ മൂത്തവൻ ആ റോഡ് സൈഡിൽ അരീക്കോട്ടങ്ങാടിയിൽ. നിങ്ങൾ ഓനോട് ഓൻ്റെ അടുത്ത് പോയപ്പോ ഓൻ പറഞ്ഞോലെ, എനിക്ക് കിട്ടിയതൊക്കെ അങ്ങനെ മൂല്യമില്ലാത്തതാ, പെങ്ങളും അളിയനും തട്ടിയതാ. നിങ്ങൾ ഓരോടുത്ത് ചോദിക്കോടി. അവസാനം വാപ്പന്റെ മുതല് കിട്ടാൻ വേണ്ടിയിട്ട് 4 മക്കളിൽ കയറിയിറങ്ങി. എന്നിട്ട് അയാൾ പള്ളിയിൽ വന്നിട്ട് മനസ്സ് വേദനിച്ചിട്ട് ചോദിക്കുക, മനസ്സ് വെറുത്തിട്ടാണെങ്കിലും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തേക്കട്ടെ, ആ സാധു മനുഷ്യന്റെ കബറിൽ ഒരു സ്വൈര്യം കിട്ടാൻ. അങ്ങനെ ദുനിയാവിൽ ഒരുത്തം പൊരുത്തപ്പെട്ട സ്വൈര്യം കിട്ടൂല. ആ ശിക്ഷ മക്കളും കൂടി ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് ആ ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചതും, ഒരാൾ മരിച്ചു എന്നറിഞ്ഞാൽ ഓന്റെ സ്വത്ത് ആദ്യം വീതിക്കണം. അല്ല, ആ സ്വത്ത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഓന്റെ കടം വീട്ടണം, ബാക്കി വീതിച്ചാ മതി. ബാക്കിയേ വീതിക്കാവൂ. അങ്ങനെ ഒരു വാപ്പാന്റെ കടം വീട്ടാതെ ജീവിക്കുന്ന മക്കളുണ്ടെങ്കിൽ, തമാശക്ക് നമ്മൾ പറയാറില്ലേ, പള്ളിയിൽ നിന്ന് മയ്യത്തുസ്കാരത്തിന്റെ മുൻപ് ഏറ്റെടുക്കാൻ എല്ലാവരും വലിയ ബ്ലൂസാ. പള്ളി കമ്മിറ്റിക്കാർ ചോദിക്കും, മൂത്തോനോട് ഇങ്ങേറ്റെടുക്കോ? പിന്നെ വാപ്പന്റെതല്ലേ. അവസാനം പള്ളിയിലെ ഉസ്താദ് പറയുകയും ചെയ്യും, ആർക്കെങ്കിലും ബാധ്യതകളുണ്ടെങ്കിൽ മൂത്ത മകൻ ജബ്ബാർ ഏറ്റെടുത്തിരിക്കുന്നു. വേക്കുന്ന ഒരു സാധു പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ജബ്ബാർ ഓന്റെങ്കിലും തന്നാ മതിയാനും, വാപ്പന്റെ തന്നില്ലെങ്കിലും. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്കാരെ എഴുതി വെക്കുന്നില്ല. ആരുകൾക്ക് അതിലൊരു ലാഘവത്ത തന്നോനെ പറ്റിക്കുക. ഞാൻ ആ സാന്ദർഭിക വിഷയമായതുകൊണ്ട് സൂചിപ്പിച്ചാന്ന് മാത്രം.